അണിയുമീ വസ്ത്ര
ദൈവസന്നിധിയിൽ ഈ രണ്ടുപേരും കൂടി ചേർന്ന് നടത്തും. ചേർന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവർ നടത്തും. ഷിനിയും പിന്നെ നീനും. ഭയങ്കര സന്തോഷം. അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾ പുറകെ നോക്കി പറയുന്നില്ല, എനിക്ക് അവരുടെ മുഖത്തേക്ക് നോക്കുന്ന നല്ല സന്തോഷത്തിലായിരിക്കും. അവരാഗ്രഹിച്ച ഒരു കാര്യം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തികഞ്ഞ സംതൃപ്തിയാണ് ഇവരുടെ മുഖത്ത് കാണുന്നത്. ലൗകളെ അതെ, പ്രതിബന്ധങ്ങളുടെ നടുവിൽ കൂടെ കടന്നു വരുന്ന ദൈവവിളി ജനുവിനാണ്, ശരിയായിട്ടുള്ളതാണെന്ന് സ്വാഭാവികമായി കണക്ക് കൂട്ടാം. കാലഘട്ടത്തിൽ കേൾക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ സുഖകരമല്ലെങ്കിലും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ഇവരെ എത്ര അഭിനന്ദിച്ചാലും മതിയായി. നിങ്ങളുടെ സമർപ്പണം 3 കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ സമർപ്പണം പൂർത്തിയാക്കുക. വ്രതത്രയങ്ങൾ 3 വ്രതങ്ങൾ: അനുസരണം, ബ്രഹ്മചര്യം, ആയിരം, പൊസഷൻ, അഫെക്ഷൻ ആൻഡ് ഓട്ടോണമി. ഈ 3 കാര്യങ്ങൾ. പൊസഷൻ ദാരിദ്ര്യ വ്രതത്തിന്റെ ഭാഗമാണ്. പൊസഷൻസ് ഒന്നും വേണം. എനിക്ക് പൊസഷൻസ്, സമ്പാദ്യങ്ങളൊന്നുമില്ല. വസ്തുവകകളോട് എനിക്കുള്ള മനോഭാവം ഒരു സമർപ്പിതന്റെയാണ്. ഈ വ്രതങ്ങൾക്ക് അതിൻ്റെതായ ഒരു ആധ്യാത്മികതയുണ്ട്. തീർച്ചയായും വലിയ ആഴമുള്ള ആധ്യാത്മികതയുള്ള 3 വ്രതങ്ങളാണ്. അപ്പോ പൊസഷൻസ്, സമ്പാദ്യങ്ങൾ, അതിനോടുള്ള എൻ്റെ മനോഭാവം, അതാണ് ഈ ദാരിദ്ര്യത്തിന്റെ മനോഭാവം. രണ്ടാമത്തേത് അഫെക്ഷനാണ്, സ്നേഹബന്ധങ്ങളോടുള്ള മനോഭാവമാണ്. പുണ്യപരമായ സ്നേഹബന്ധം, ക്രിയേറ്റീവായ ബന്ധങ്ങൾ, അഫെക്ഷൻ, അതൊരു സമർപ്പണത്തിന്റെ മേഖലയാണ്. പിന്നെ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ മതി, വേറെ ആരും വേണ്ട. എനിക്ക് ആരുടെയും കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടമില്ല. എൻ്റെ സുപ്പീരിയർ ഞാൻ തന്നെയാണ്. ഇങ്ങനെ ഞാൻ തന്നെ ഓട്ടോണമസ് ആയിത്തീരുക, സ്വയാധികാരിയായിത്തീരുന്ന അവസ്ഥാവിശേഷം അത് സമർപ്പിതന്റേതല്ല, സമർപ്പിതയുടേതല്ല. ഇങ്ങനെ പുണ്യങ്ങളിൽ അധിഷ്ഠിതമായ 3 വ്രതങ്ങളാണ് സുവിശേഷ ഉപദേശങ്ങളായി, സുവിശേഷ പുണ്യങ്ങളായി നിങ്ങളെ ഏറ്റെടുക്കുന്നതും അതിന്റെ മറുഭാഗം വേണ്ടെന്ന് വെച്ചിട്ട് സമർപ്പണത്തോടുകൂടി സഭയിലേക്ക് കടന്നു വരുന്നതും. തെരഞ്ഞെടുത്തത് ഈശോയാണ്. ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് നിങ്ങൾ ഫലം പുറപ്പെടുവിക്കണം. ചുമ്മാ ഉണങ്ങി വരണ്ടിരുന്ന ഫലം പുറപ്പെടുവിക്കണം. സമർപ്പിത ജീവിതത്തിന്റെ സർവ്വഫലങ്ങളും പുറപ്പെടുവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ദൈവം പ്രാർത്ഥിക്കുകയും, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്യും. ഈശോയുടെ ഈ വാക്കുകളനുസരിച്ച് ആ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ഫലങ്ങൾ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ഫലം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. പരസ്പരം സ്നേഹിക്കുക, സ്നേഹത്തിൽ അധിഷ്ഠിതമായ പൂർണ്ണ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ഉത്തമ സന്യാസിമാരായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ദൈവം പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠമാമങ്ങേ ആലയം തന്നിൽ ശ്രേഷ്ഠയായി ജീവിക്കാൻ കൃപയരുളൂ. സ്വർഗവിശുദ്ധിതൻ കവചമായി തീർക്കണേ. കർത്താവായ
ദൈവമേ, പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായോട് പൂർണ്ണമായി അനുഭവപ്പെടുവാൻ ആഗ്രഹിച്ച് അങ്ങയുടെ സന്നിധിയിൽ അടഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസികളെ അനുഗ്രഹിക്കണമേ. സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും വിധേയത്വത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ജീവിതം നയിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ വഴി മിശിഹായെ അടുത്തനുഗമിക്കുവാനും അങ്ങയുടെ ജനത്തിന് ശുശ്രൂഷ ചെയ്യുവാനും അതുവഴി അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഇവരെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായിരിക്കും. തുടർന്ന് നടക്കുന്നത് വ്രതവാഗ്ദാനമാണ്. ദൈവത്തോട് വാഗ്ദാനം ചെയ്യുന്നു. ഇവർക്ക് വേണ്ടി സർവ്വനന്മകളുടെയും ദാതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ ദിവ്യവിളിക്കുള്ള പ്രത്യുത്തരമായി എന്നെ തന്നെ അങ്ങേക്ക് സമ്പൂർണമായി ആത്മാർപ്പണം ചെയ്യുന്നതിന് ധ്യാനാത്മകവും കർമ്മനിരതവുമായ ജീവിതത്തിലൂടെ ആത്മവിശുദ്ധിക്ക് ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി എന്നെയും എനിക്കുള്ളവയെയും ചെലവഴിക്കുന്നതിനു വേണ്ടി ഞാൻ സിസ്റ്റർ നീനു തെരേസ്, സിസ്റ്റർ ഷിനി ആന്റണി, പരിശുദ്ധ കർമ്മലനാഥിയുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ എന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ വഴി കർമ്മല മാതാവിന്റെ സന്യാസിനി സമൂഹത്തിന്റെ നിയമപ്രകാരം അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും ഒരു വർഷത്തേക്ക് അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് അങ്ങയോട് വ്രതം ചെയ്യുന്നു. നിങ്ങൾ ചെയ്ത ഈ സമർപ്പണം പരിശുദ്ധവും സജീവവും ദൈവത്തിന് പ്രീതികരവുമായ ബലിയായി അവിടുന്ന് സ്വീകരിക്കുമാറാകട്ടെ. ധന്യമാണീ ജീവിതം, ഈ സന്യാസമെന്നത് നന്മ മാത്രം ചെയ്തിടാൻ, നന്മയെ പകർന്നിടാൻ.
ദീപമായെന്നും ക്രിസ്തു നിന്റെ ജീവിതത്തെ മാറ്റിയിടുന്നു. ധന്യമാണീ ജീവിതം, ഈ സന്യാസമെന്നത് നന്മ മാത്രം ചെയ്തിടാൻ, നന്മയെ പകർന്നിടാൻ വിളിക്കുന്നു നിന്നെ വിശുദ്ധി തൻ പാതയിൽ ചരിച്ചിടുവാൻ. വിളിക്കുന്നു നിന്നെ വിശുദ്ധി തൻ പാതയിൽ ചരിച്ചിടുവാൻ. ധന്യമാണീ ജീവിതം, ഈ സന്യാസമെന്നത് നന്മ മാത്രം ചെയ്തിടാൻ, നന്മയെ പകർന്നിടാൻ. ഇഷ്ടമാണെനിക്കെന്റെ സന്യസ്ത ജീവിതം, ശ്രേഷ്ഠമാം വിളിക്കുനകിടും ഈ സമർപ്പണം. നഷ്ടമേതുമില്ലെനിക്കീ ജീവിതാന്തസ്സിൽ, ശിഷ്ടജീവിതായുസ്സിന്നിതു ജന്മസാഫല്യം. ഇഷ്ടമാണെനിക്കെന്റെ സന്യസ്ത ജീവിതം, ശ്രേഷ്ഠമാം വിളിക്കുനകിടും ഈ സമർപ്പണം. നഷ്ടമേതുമില്ലെനിക്കീ ജീവിതാന്തസ്സിൽ, ശിഷ്ടജീവിതായുസ്സിന്നിതു ജന്മസാഫല്യം. അർപ്പിത വഴി എത്ര ശ്രേഷ്ഠം, ദൈവേഷ്ടമാകുന്ന മാർഗം. അർപ്പിത വഴി എത്ര ശ്രേഷ്ഠം, ദൈവേഷ്ടമാകുന്ന മാർഗം. കുറവുകളോടെ കുരിശിൻ പാതയിൽ ഞാനീ ജീവിതം നൽകിടുന്നു. കുറവുകളോടെ കുരിശിൻ പാതയിൽ ഞാനീ ജീവിതം നൽകിടുന്നു. ഞാനീ ജീവിതം നൽകിടുന്നു. യേശുവേ നീ എൻ സ്വന്തം, ഞാനിന്നും നിന്റേതു മാത്രം. യേശുവേ നീ എൻ സ്വന്തം, ഞാനിന്നും നിന്റേതു മാത്രം. മഹത്വ കൂടാരമി ദേഹി വാഴാൻ യേശുവേ നിൻവിളി ധന്യം. മഹത്വ കൂടാരമി ദേഹി വാഴാൻ യേശുവേ നിൻവിളി ധന്യം. അർപ്പിത വഴി എത്ര ശ്രേഷ്ഠം, ദൈവേഷ്ടമാകുന്ന മാർഗം. കുറവുകളോടെ കുരിശിൻ പാതയിൽ ഞാനീ ജീവിതം നൽകിടുന്നു.
ജീവിതം